ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 2025 നമ്മുടെ ക്രിസ്മസ് എക്സാം, ഹാഫ് ഇയർലി എക്സാം വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാമിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. അപ്പോൾ നമ്മൾ പാഠങ്ങളുടെ ക്ലാസ്സുകളൊക്കെ റിവൈസ് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റർ പോർഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക എക്സാമിന് മുമ്പായിട്ട്. അതോടൊപ്പം ഈ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, അറ്റൻഡ് ചെയ്ത് നോക്കുക, എഴുതി നോക്കുക, യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ ക്ലാസ്സുകളും അതായത് സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് എക്സാം 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. 2nd സ്റ്റാൻഡേർഡിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ്റഗ്രേഷൻ ഡേ 1 കഴിഞ്ഞ വർഷത്തെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇംഗ്ലീഷിലുള്ള മലയാളം മീഡിയം കൂട്ടുകാർക്ക് ഉദ്ഗ്രഥനമായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പം ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കാണ് ഇൻ്റഗ്രേഷൻ ഉള്ളത്. അപ്പോൾ അതിൽ ഡേ 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനത്തിൻ്റെ ചോദ്യ പേപ്പർ ഉണ്ടാവുക? ഒന്ന് നമ്മുടെ മലയാളം ഭാഷയുടെ ഉണ്ടാവും, പിന്നെ ഗണിതം അല്ലെങ്കിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ പരിസര പഠനം. ഓക്കെ, അതായത് EVS. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളും കൂടെ ഉൾപ്പെടുന്നതാണ് ഇൻ്റഗ്രേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഒന്നാമത്തെ എപ്പോഴും ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് തന്നെ നിറം നൽകുന്നതായിരിക്കും. അപ്പോൾ അതിനാവശ്യമുള്ള ക്രയോൺസോ അല്ലെങ്കിൽ സ്കെച്ച് എന്താ വെച്ചാൽ ടീച്ചർ പറയുന്നതനുസരിച്ച് കൊണ്ടുപോവുക. നിറം കൊടുക്കുന്ന ചോദ്യം ഉറപ്പായും ഇൻ്റഗ്രേഷനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്സാമിനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള വൃത്തിയായിട്ട് നീറ്റായിട്ട് നിറം നൽകുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 1 എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. വായിക്കാം എഴുതാം. അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തായിരിക്കും, ഒരു പാരഗ്രാഫ് തരും, കുറച്ച് വരികൾ ഉണ്ടാവും, അത് നമ്മൾ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. താഴെ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 5 ചോദ്യത്തിന് ഉത്തരവും ഈ ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇത് വായിച്ചു നോക്കാം. ഇതുപോലൊരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കുക കേട്ടോ, ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വായിക്കാം. മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയി. കാട് ശാന്തമായി. അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ പിന്നെയും നടക്കാൻ തുടങ്ങി. നമുക്ക് അങ്ങേ മലയുടെ ചരിവിൽ പോകാം, അണ്ണാൻ കുഞ്ഞ് ഉത്സാഹത്തോടെ പറഞ്ഞു. പൊടുന്നനെ ആനമൂപ്പൻ എന്തു ചെയ്തു? തുമ്പിക്കൊയ്യെ ഉയർത്തി ചുറ്റിലും മണം പിടിച്ചു. എന്തൊരു സുഗന്ധം! എവിടുന്നാണ് ഈ വിശേഷപ്പെട്ട മണം? സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തണം. അവർ കാട് മുഴുവൻ അരിച്ചു പെരുകി. ഒടുവിൽ ഇരുവരും കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നു. ഇതാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ്. ഇതിന്റെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ നമ്മൾ ചോദ്യവും ഉത്തരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കാട് ശാന്തമായത് എപ്പോൾ? എപ്പോഴാണ് കാട് ശാന്തമായത് എന്നാണ് നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്? പറയൂ, എപ്പോഴാണ് കാട് ശാന്തമായത്? അതെ, എപ്പോഴാ? മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയപ്പോഴാണ് കാട് ശാന്തമായത്. രണ്ടാമത്തെ ചോദ്യം, ആനമൂപ്പൻ മണം പിടിച്ചത് എങ്ങനെ? ആനമൂപ്പൻ മണം പിടിച്ചത്? തുമ്പിക്കൈ ഉയർത്തിയിട്ടാണ് ആനമൂപ്പൻ മണം പിടിച്ചത്. മൂന്നാമത്തെ ചോദ്യം, സുഗന്ധത്തിന്റെ ഉറവിടം തേടി അവർ എത്തിച്ചേർന്നത് എവിടെ? കേശൻ രാജാവിന്റെ കൊട്ടാരത്തിൽ അല്ലേ. നാലാമത്തെ ചോദ്യം, പെട്ടെന്ന് എന്ന പദത്തിന് പകരമുള്ള പദം ഏത്? പെട്ടെന്ന്, പൊടുന്നനെ. അഞ്ചാമത്തെ ചോദ്യം, അവസാനത്തെ ക്വസ്റ്റ്യൻ, അവർ കാട്ടിലാകെ തിരഞ്ഞത് എന്താണ്? എന്തായിരുന്നു അവർ കാട്ടിൽ തിരഞ്ഞത്? സുഗന്ധത്തിന്റെ ഉറവിടം. അപ്പൊ കണ്ടില്ലേ, ഉത്തരങ്ങളെല്ലാം തന്നെ ആ പാരഗ്രാഫിൽ ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനും പറ്റും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ. അടുത്ത പ്രവർത്തനം നോക്കിയാലോ. രണ്ടാമത്തെ പ്രവർത്തനം മാത്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മളത് മലയാളത്തിലും കൂടെ പറഞ്ഞുതരാം. ഗണിതം മലയാളം മീഡിയം കൂട്ടുകാർക്ക് മലയാളത്തിലും കൂടെ പറഞ്ഞുതരാം. ഹൗ മെനി ഫ്രൂട്ട്സ്? എത്ര പഴങ്ങൾ? On their way back from the garden of King Keshan, they reached the plantain garden of the king Kadirani Desham. The king gave them a bunch of bananas. അപ്പൊ നമ്മുടെ കേശൻ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നില്ലേ ആനമൂപ്പനും അണ്ണാനും. അങ്ങനെ അവർ കേശൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവർ എങ്ങോട്ട് പോയി? അതെ, കതിരണി ദേശത്തിലെ രാജാവിന്റെ വാഴത്തോട്ടത്തിലും പോയി. അപ്പൊ അവിടുത്തെ രാജാവ് എന്ത് കൊടുത്തു? ഒരു കുല വാഴപ്പഴം കൊടുത്തു. കണ്ടില്ലേ ആനയുടെ കയ്യില്?
അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, there are 85 bananas in the bunch, out of them 42 are raw. 85, അതായത് ആ പഴക്കൊലയിൽ എത്ര പഴമുണ്ട്? 85 പഴമുണ്ട്. അതിലെ 42 റോ ആണ്. റോ ആണെന്ന് വെച്ചാൽ പഴുക്കാത്തതാണ്, പച്ചയാണ്, പഴുക്കാത്തതാണ് കേട്ടോ. ഹൗ മെനി ആർ ദ റൈപ്പ് വൺ? റൈപ്പ് എന്ന് വെച്ചാൽ പഴുത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര പഴങ്ങൾ പഴുത്തതാണ്? അപ്പൊ എന്ത് ചെയ്യണം? അതെ, കുറയ്ക്കണം, മൈനസ് ചെയ്യണം അല്ലെ. എങ്ങനെ കുറയ്ക്കേണ്ടത്? 85 നിന്നും 42, അതായത് 85 നിന്ന് 42 മൈനസ് ചെയ്യുക. 85 നിന്ന് 42 മൈനസ് ചെയ്യുക. ഇതുപോലെ കേട്ടോ. എല്ലാവർക്കും കുറയ്ക്കാനൊക്കെ അറിയുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അറിയാത്ത കൂട്ടുകാരികൾ ഉറപ്പായും പഠിച്ചിട്ട് പോകാട്ടോ. ഇതുപോലെ രണ്ടക്ക സംഖ്യകൾ വെച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ 55 42 കുറയ്ക്കുക, 5 2 കുറയ്ക്കുക, 5 2 കുറയ്ക്കുക, ഉത്തരം എത്രയാ? 3. 8 4 കുറയ്ക്കുക, ഉത്തരം 4. അപ്പൊ എത്ര പഴുത്ത പഴങ്ങളുണ്ട്? 43. മനസ്സിലായില്ലേ? 43 ബനാനാസ്, 43 പഴങ്ങൾ. അടുത്തത് write the number of bananas in different way. ഇപ്പൊ മൊത്തം എത്ര പഴമുണ്ട്? 85 അല്ലെ? 85. 85ന് പല രീതിയിൽ എഴുതാനാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന് ഡിഫറെന്റ് വേയിൽ എഴുതാൻ ഉറപ്പായും എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇവിടെ 85 ആണ്. 85 നോക്കൂ. 85ൽ എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട്? ഈ ആദ്യം കാണുന്നത് ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്, രണ്ടക്ക സംഖ്യയാണ്. അതിൽ ആദ്യത്തേത് എന്താണ്? 10കളും രണ്ടാമത്തേത് 1കളും ആണ് അല്ലെ. അപ്പൊ എത്ര 8 ടെൻസും 5 വൺസും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, 90 മൈനസ് എത്രയാണ്? 85. 90ൽ നിന്ന് 90ന് 85 കിട്ടണമെങ്കിൽ 90ന് എത്ര കുറയ്ക്കണം? 5 അല്ലേ? അതെങ്ങനെ കിട്ടി? നിങ്ങൾ ഈ 90ൽ നിന്ന് 85 മൈനസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉത്തരം 5 കിട്ടും. ഇതുപോലെ ഏതെങ്കിലും 2 ഡിജിറ്റ് കൂട്ടുമ്പോൾ 85 കിട്ടുന്നതാണ് ഈ രണ്ടിടത്തും എഴുതേണ്ടത്. ഏതൊക്കെ നമുക്ക് എഴുതാം? 40 പ്ലസ് 45, 40 കൂട്ടണം 45, 80 പ്ലസ് 5 അല്ലേ? 80 കൂട്ടണം 5ഉം 85, 85 ആണ്. മനസ്സിലായല്ലോ? ഈ ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് നമുക്ക് വളരെ കഷ്ടമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും പറയാനില്ല അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം ഇലവിശേഷമാണ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആനമൂപ്പൻ ഒരു വാഴയില ഒടിച്ചെടുത്ത് അണ്ണാൻ കുഞ്ഞിന് മീതെ കുടയായി പിടിച്ചു. ഇലകൾ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് അല്ലെ? താഴെ കൊടുത്ത ഇലകൾക്ക് നേരെ ഓരോരോ ഉപയോഗം എഴുതുക. അതായത് ഇവിടെ 5 ഇലകൾ കൊടുത്തിട്ടുണ്ട്. 5 ഇലയുടെയും ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലകളിലേക്ക് ഉപയോഗം അല്ലെ. അപ്പൊ ഏതെങ്കിലും ഉപയോഗം എഴുതുക. വാഴയില, അപ്പൊ ചില കൂട്ടുകാർ എഴുതും ഭക്ഷണം പൊതിയാന്ന് എഴുതാം അല്ലെ നമുക്ക്. പിന്നെ എന്തെഴുതാം? വാഴയില വെച്ചിട്ട് എന്ത് ചെയ്യാം? ഭക്ഷണം പൊതിയാൻ മാത്രമാണ്, ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കാം അല്ലെ. വാഴയില ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മഴ നിന്നിട്ട് കുടയായിട്ട് പിടിക്കാൻ വാഴയില ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതുപോലെ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വാഴയില വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാൻ അട ഉണ്ടാക്കാൻ അല്ലെ. അട ഉണ്ടാക്കാൻ നമുക്ക്, അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ, അട ഉണ്ടാക്കാൻ നമുക്ക് വാഴയില ഉപയോഗിച്ചൂടെ? അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ്, എന്തിനൊക്കെ ഉപയോഗിക്കാം, വാഴയില എന്തിനൊക്കെ ഉപയോഗിക്കാം അതാണ് എഴുതേണ്ടത്. നമ്മളിവിടെ ആഹാരം പൊതിയാന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതിയാൽ മതി. അത് തുളസിയില വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? തുളസിയില ഒരു ഔഷധമാണ് അല്ലെ, ഔഷധം. ചീരയില കറി ഉണ്ടാക്കാൻ, ചെമ്പരത്തിയില താളി ഉണ്ടാക്കാൻ, തലയിൽ തേക്കുന്ന താളി ഉണ്ടാക്കാൻ. തെങ്ങോലയാണെങ്കിലോ വീട് നിർമ്മിക്കാൻ, കളിപ്പാട്ടം ഉണ്ടാക്കാൻ എല്ലാം എഴുതാം കേട്ടോ. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. വളരെ മനസ്സിലാവുന്ന രീതിയിലൊരു ചോദ്യം തന്നെയാണ് അല്ലേ ഇത്. അടുത്ത നാലാമത്തെ പ്രവർത്തനം കടങ്കഥപ്പയറ്റാണ്. ആനമൂപ്പനും അണ്ണാൻ കുഞ്ഞും തമ്മിൽ വാശിയേറിയ കടങ്കഥപ്പയറ്റ് നടക്കുകയാണ്. കടങ്കഥകൾക്ക് ഉത്തരം നൽകാൻ അവരെ സഹായിക്കാമോ? അപ്പോൾ കടങ്കഥകളാണ്, കടങ്കഥയുടെ ഉത്തരം എഴുതുക. മനസ്സിലായല്ലോ? ഇവിടെ ആനമൂപ്പനും അണ്ണൻ കുഞ്ഞും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ആനമൂപ്പൻ ഒന്നാമത്തെ ചോദ്യം എന്താ പറയണത്? കാറ്റ് കുടിക്കും പെരുവയറൻ, കാറ്റിൽ പാറും കുടവയറൻ. ഉത്തരം എന്താ? പട്ടം അല്ലേ. നമുക്ക് പട്ടം എന്ന് എഴുതാം അല്ലെ. അല്ലെങ്കിലോ ബലൂൺ എഴുതിയാലും കറക്റ്റ് ആണ്. പട്ടം അല്ലെങ്കിൽ ബലൂൺ എഴുതാം. കാരണം ഇവിടെ കാറ്റ് കുടിക്കും പെരുവയറൻ, കാറ്റിൽ പാറും കുടവയറൻ എന്ന് പറഞ്ഞാൽ ബലൂണും ഉത്തരമായിട്ട് വരും കേട്ടോ. അടുത്തത് നമ്മുടെ അണ്ണാൻ കുഞ്ഞ് ചോദിച്ച ചോദ്യം എന്താ? വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. ഉത്തരം എന്താ? കണ്ണ്. അടുത്ത ചോദ്യം, കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ മായും ഞാൻ ആരെന്ന് പറയാമോ? ഉപ്പ് അല്ലേ. അടുത്ത ചോദ്യം, ഒന്നമർത്തിയാൽ കണ്ടതെല്ലാം ഉള്ളിലാക്കും. ക്യാമറ. അടുത്ത നമ്മുടെ ഇതുപോലുള്ള ഒരു കടങ്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. മീൻ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ നിർമ്മിക്കുക. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കി എഴുതുക കേട്ടോ. അതായത് മീൻ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ ഉണ്ടാക്കി എഴുതുക. മനസ്സിലായല്ലോ ചോദ്യം? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള കടങ്കഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ അതൊന്ന് കമന്റും കൂടെ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവൂല്ലോ എങ്ങനത്തെ കടങ്കഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് അല്ലെ, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അടുത്ത ചോദ്യം ആക്ടിവിറ്റി 5 ആണ്. ഹൂ ഈസ് ഹൈഡിങ്? ആരാണ് ഒളിച്ചിരിക്കുന്നത്?
They saw a friend in a pond in the forest. അപ്പോൾ കാട്ടിലെ കുളത്തിൽ അവരൊരു കൂട്ടുകാരനെ കണ്ടു. ആരാണത്? Who is that? ആരാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്? അത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? Find the answers, give same color to the boxes with the same answer and find the friend. ഇവിടെ കുറച്ച് കൂട്ടാനും കുറയ്ക്കാനും പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് നോക്കുമ്പോൾ അതേ ചോദ്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്ത് ചെയ്യുക? കളറും കൂടെ കൊടുക്കുക. അതേ കോളങ്ങളോട് 60 + 7 60 കൂട്ടാൻ 7. ഉത്തരം എഴുതിയ ശേഷം ഈ കോളത്തിൽ എന്ത് ചെയ്യുക? നിറവും കൂടെ കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പൊ 60 കൂട്ടം 7, ഉത്തരം എന്താ? 67, 67. അടുത്തത് 33 + 33 33 കൂട്ടണം 33, ഉത്തരം എന്താ? 66, 66. അടുത്തത് 50 + 17 50 കൂട്ടണം 17, ഉത്തരം 67, 67. അടുത്തത് 40 + 37 40 + 37 എത്രയാണ്? 40 കൂട്ടണം 37, 77, 77. നെക്സ്റ്റ് 30 + 40 30 കൂട്ടണം 40, 70, അതായത് 70. അടുത്തത് 34 കൂട്ടണം 33 34 + 33 ആൻസർ 77 അഥവാ 77. 7th ചോദ്യം 21 കൂട്ടണം 46 21 + 46 ആൻസർ എത്രയാണ്? 67. 8th question ലാസ്റ്റ് വൺ 88 - 21 എല്ലാം പ്ലസ് അല്ല, ലാസ്റ്റ് ഒന്ന് മൈനസ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ എല്ലാം പ്ലസ്സോ മൈനസോ ആയിരിക്കും. അപ്പോൾ എല്ലാം അങ്ങനെയൊന്നും കരുതരുത്, നേരെ നോക്കുക കേട്ടോ, പ്ലസ് ആണോ മൈനസ് ആണോ എന്ന്. 88 - 21 ആൻസർ എന്താണ്? അതെ, നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? പ്ലസ് ആണ്. നമ്മൾ അതിവിടെ പ്ലസ് ആണ്, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലേ? അത് പ്ലസ് ആണ് ചെയ്തിരിക്കുന്നത്, മൈനസ് ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? അതെ, 88 - 21. അപ്പൊ ഇതുപോലെ നിങ്ങളും തെറ്റ് ചെയ്ത് വെക്കരുത്. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാം പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഇതും പ്ലസ് ആണെന്ന് കരുതിയതാണ്. 8ന്ന് 1 മൈനസ് ചെയ്യുക, അപ്പൊ ആൻസർ എന്ത് വരും? 7. അതുപോലെ 8ന്ന് 2 മൈനസ് ചെയ്ത ആൻസർ വരും 6. അപ്പൊ ആൻസർ എന്ത് വന്നു? 67. മനസ്സിലായല്ലോ? ഇതല്ല കേട്ടോ ആൻസർ. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വന്നു? 67. മനസ്സിലായില്ലേ? ഇത് ക്രോസ് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതുക കേട്ടോ. ഇതല്ല ആൻസർ. ഓക്കെ, അപ്പൊ 5 പ്രവർത്തനങ്ങളായിരുന്നു, 5 ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും പറയാനില്ല അല്ലെ. ഇതുപോലെ ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ക്രിസ്മസ് എക്സാമിന്, ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇന്റഗ്രേഷന് ഡേ 1 ചോദ്യപേപ്പറാണ്. അപ്പൊ സിമിലർ ആയിട്ട് ഇതേപോലത്തെ ചോദ്യങ്ങൾ തന്നെയായിരിക്കാം ഈ വരുന്ന എക്സാമിനും വരുന്നത്, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക, എഴുതി തന്നെ പഠിച്ചു വെക്കുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ഒക്കെ കണ്ടു നോക്കുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. താങ്ക് യു.